ഈശോ പരിഹാരം ചെയ്തത് മുഴുവൻ ആരുടെ പാപത്തിന് പരിഹാരമായിട്ടാണ്? അപരന്റെ പാപത്തിന് പരിഹാരമായി ഈശോ പാപപരിഹാരം ചെയ്തു. ഇനി നമ്മുടെ ഹൃദയവും എങ്ങനെയുള്ള ഹൃദയമാകണം? പാപപരിഹാരം ചെയ്യുന്ന ഹൃദയമാകണം. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈശോയെ എന്റെ ഹൃദയത്തെ നിന്റെ ഹൃദയം പോലെ ആക്കണമെന്നല്ലേ? അപ്പൊ ഈശോയുടെ ഹൃദയം പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്ന ഹൃദയമാണ്. ഈശോ തന്റെ തിരുഹൃദയം 1673 ഡിസംബർ മാസം 27-ാം തീയതി മാർഗരറ്റ് മേരി അലക്കോക്കിന് തന്റെ ഹൃദയം കാണിച്ചു കൊടുത്തപ്പോൾ ആ ഹൃദയം മുള്ളുകളുടെ കിരീടമുള്ള ഒരു ഹൃദയമാണ്. ഈശോയുടെ തിരുഹൃദയത്തിന്റെ കിരീടം ഏത് കിരീടമാണ്? മുള്ളുകളുടെ കിരീടമാണ്. എന്തിനാണ് ഈശോ തന്റെ ഹൃദയത്തിൽ മുള്ളുകളുടെ കിരീടം വെച്ചിരിക്കുന്നത്? മനുഷ്യന്റെ പാപങ്ങൾ, മാർഗരറ്റ് മേരി അലക്കോക്കിനോട് ഈശോ പറഞ്ഞു, മനുഷ്യന്റെ പാപങ്ങൾ എന്റെ ഹൃദയത്തെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ടെന്ന് നിന്നെയും മനുഷ്യകുലത്തെയും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ മുള്ളുകളുടെ കിരീടം വെച്ചിരിക്കുന്നതെന്ന്. ഹല്ലേലൂയ. ഈശോയുടെ തിരുഹൃദയത്തിൽ മുള്ളുകളുടെ കിരീടമുള്ളത് എന്തിനാണ്? ഈ മനുഷ്യന്റെ പാപങ്ങൾ ഈശോയെ എത്രമാത്രം, ഈശോയുടെ ഹൃദയത്തെ എത്രമാത്രം വേദനിപ്പിക്കുന്നു. നമ്മളെ തല്ലുപിടിക്കുന്നത്, നമ്മൾ വഴക്കുകൂടുന്നത്, നമ്മൾ ജഡികമായ അഭിലാഷങ്ങളുടെ പിറകെ പോകുന്നത്, നമ്മൾ കൽപ്പനകൾ ലംഘിക്കുന്നത്, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത്, തിന്മകൾ പ്രവർത്തിക്കുന്നത്, പ്രാർത്ഥിക്കാൻ കർത്താവിലേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കുന്നതൊക്കെ ആയിട്ടുള്ള പാപങ്ങള് ഈശോയുടെ ഹൃദയത്തെ എത്രമാത്രം വേദനിപ്പിക്കുന്നു എന്ന് നമ്മെ ഓർമ്മിപ്പിക്കാനാണ് പ്രിയപ്പെട്ടവരെ ഈശോയുടെ തിരുഹൃദയത്തിൽ ആ മുള്ളുകളുടെ കിരീടമുള്ളത്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഫോട്ടോയുണ്ട്. ഈശോയുടെ തിരുഹൃദയ ഫോട്ടോ ഉള്ളവരൊക്കെ ഒന്ന് കൈവക്കിയ. എല്ലാവരുടെയും വീട്ടിലുണ്ട്. ആ തിരുഹൃദയത്തിൽ ഈ മുള്ളിന്റെ കിരീടമുള്ളത് ശ്രദ്ധിക്കാൻ മറക്കരുത്. നമ്മൾ ആ തിരുഹൃദയത്തിൽ തൊട്ടുമുത്തുന്നതാണ്. പക്ഷെ നമ്മൾ തൊട്ടുമുത്തുമ്പോ ആ മുള്ള് നമ്മുടെ കയ്യിൽ സ്പർശിക്കാത്തത് കൊണ്ട് നമുക്ക് വേദന എടുക്കുന്നില്ല. മുള്ള് നമ്മുടെ കയ്യിൽ മുട്ടുമ്പോഴേ നമ്മൾ അതിന്റെ വേദന അറിയുള്ളൂ. ഹൃദയം നമുക്ക് വേണ്ടി പാപപരിഹാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും.